കഴിഞ്ഞ ദിവസം ഒരു ആനക്കര സ്കൂളിലെ വിദ്യാർത്ഥി അധ്യാപകന് നേരെ ആക്രോശിച്ചതിൻ്റെ വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു. ഞാൻ അതിൽ ശരിയായില്ല എന്നുള്ള എൻ്റെ അഭിപ്രായവും വീഡിയോ ചെയ്തിരുന്നു. തുടർന്ന് അത് വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ ബാലാവകാശ കമ്മീഷനും കേസെടുത്തതായിട്ടുമൊക്കെ വായിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞു, ആ കുട്ടിയോട് അങ്ങനെ പെരുമാറിയത് ശരിയായില്ല. അധ്യാപകരുടെ ചുമതലയെന്ന് പറയുന്നത് അവരെ നേർവഴിക്ക് നയിക്കേണ്ടതാണ്. ആ അധ്യാപകൻ തോറ്റു എന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കി. അധ്യാപകർ തോക്കാൻ പാടില്ല. വിദ്യാർത്ഥിയെ അവൻ്റെ പ്രശ്നം ചോദിച്ച് മനസ്സിലാക്കി എന്താണെന്ന് മനസ്സിലാക്കി അവനെ നന്നാക്കി എടുക്കാനുള്ളൊരു പരിശ്രമം ആ അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. പക്ഷേ അവനെ ആ പോലീസ് ഓഫീസറുടെ കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സുമനസ്സുകൊണ്ടും അനുഭവ പാഠത്തിൽ നിന്നും അദ്ദേഹം ആ കുട്ടിയോട് സംസാരിക്കുകയും അവൻ്റെ തെറ്റ് ബോധ്യപ്പെടുകയും മാപ്പ് പറയാമെന്ന് പറയുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ഗുരു ആരായി? അധ്യാപകനാണോ ഈ പോലീസ് ഓഫീസറാണോ? പോലീസ് ഓഫീസറുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിലെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പലതരത്തിലുള്ളവരെ കൈകാര്യം ചെയ്യുന്ന അത്രയും സൗമ്യമായൊരു അന്തരീക്ഷമായിരിക്കാൻ ചാൻസ് ഇല്ല. പലപ്പോഴും അവർക്ക് വളരെ ഹാർഷായിട്ട് ഇടപെടേണ്ടവരാണ്. പക്ഷേ ഒരു വിദ്യാർത്ഥി ഒരു പ്രശ്നവുമായിട്ട് അവരുടെ മുൻപിൽ എത്തിയപ്പോൾ അവരുടെ മനസ്സ് തുറന്ന് അവൻ്റെ പ്രശ്നം ശരിക്കും പഠിക്കാനും അവർക്കത് ബോധ്യമായി. അവനെ അങ്ങനെ വിട്ടാൽ നാളെ ഇവൻ കുഴഞ്ഞു പോകും, അവൻ്റെ കാര്യങ്ങളൊക്കെ തകിടം മറിയും, അവന് ഭാവി ഇല്ലാതാകും, സൊസൈറ്റിക്ക് ആപത്താകും എന്നുള്ള ആ ഒരു ഉൾവിളി ആ പോലീസ് ഓഫീസർ അവനെ നേർവഴിക്ക് നയിക്കാനും അവനൊരു കൗൺസിലിംഗ് കൊടുക്കാനും അവനോട് ഒന്ന് അവൻ്റെ പ്രശ്നങ്ങൾ അവൻ്റെ ഭാഗം ഒന്ന് കേൾക്കാനും ആ ഉദ്യോഗസ്ഥൻ തയ്യാറായി. ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഞാൻ ഒരു സല്യൂട്ട് അറിയിക്കുന്നു.